രോഗിക്ക് ഏത് തരത്തിലുള്ള വേദനകളായാലും ഈ രോഗിക്ക് അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വേദനയ്ക്ക് ഒരു ശമനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു ഡിസ്ക് തെറ്റിയിട്ട് കാലിലേക്ക് വേദനയായിട്ട് വരുന്ന രോഗിക്ക് നമ്മൾ ആ രോഗിനെ ഇവിടെ കിടത്തിയിട്ട് ശരിയായി പരിശോധിക്കുകയും ഈ രോഗിയുടെ ഡിസ്ക് പിടിച്ചിട്ട് അവരുടെ വേദന ഒരു 10 മിനിറ്റ് കൊണ്ട് കുറച്ചെടുക്കാൻ നമ്മളെ ട്രീറ്റ്മെന്റ് കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഇതോടുകൂടി തന്നെ ഇത് പൂർണ്ണമായും ഭേദമാകുന്നതിന് വേണ്ടി ഈ രോഗിയെ നമ്മൾ കിടത്തി ചികിത്സ കൊടുത്തിട്ടും അതേമാതിരി ഡെയിലി വന്ന് OP ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും ആയുർവേദ മർമ്മ ട്രീറ്റ്മെന്റ് കൂടി കൊടുത്തിട്ട് ഈ രോഗിയെ വീണ്ടും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മളെ ചികിത്സേൻ്റെ ഒരു വിജയം എന്താണെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള വേദനയും നടു കഴുത്ത് മുട്ടുവിന് ഏത് തരത്തിലുള്ള വേദനകളും എത്ര മാരകമായാലും എത്ര പഴകിയതായാലും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ് ട്രീറ്റ്മെന്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അവർക്ക് വേദനയ്ക്ക് ശമനം വരികയും അതുകൂടാതെ ഫോളോ അപ്പ് ആയിട്ടുള്ള ആയുർവേദ മർമ്മ ട്രീറ്റ്മെന്റിലൂടെ ബാക്കിയുള്ള അവരെ ബുദ്ധിമുട്ടിന് ശമനം കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ഇതാണ് നമ്മുടെ വിജയ രഹസ്യം. നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്ത് നിന്നും ഫോറിനേഴ്സും ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു വിജയകരമായ മുന്നേറ്റം ആണ് നമുക്ക് ഈ ചികിത്സയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. നമുക്ക് ഈ ചികിത്സ എടുക്കാൻ വേണ്ടി നമുക്ക് OP ഫെസിലിറ്റി ഉണ്ട്, IP ഫെസിലിറ്റി ഉണ്ട്. ഏകദേശം ഒരു 10, 12, 15 പേർക്ക് നമുക്കിവിടെ കിടത്തി ചികിത്സിക്കാൻ പറ്റാവുന്ന ഒരു സിസ്റ്റം നമുക്ക് ഈ ഹോസ്പിറ്റലിലുണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ബ്രാഞ്ചസ് ചെന്നൈ, പോണ്ടിച്ചേരി, കോഴിക്കോട്, ചേവായൂർ, മാങ്കാവ് ഇവിടെയൊക്കെ നമുക്ക് ബ്രാഞ്ചസും ഉണ്ട്. അപ്പം നമുക്ക് ഈ ചികിത്സയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള നടുവേദനയായാലും കഴുത്തുവേദനയായാലും മുട്ടുവേദനയായാലും ഉടനടി നമുക്ക് അരമണിക്കൂറിനുള്ളിൽ നമുക്കത് ശമനം കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചികിത്സാ മേഖല സാധാരണയായി പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് പരീക്ഷിച്ച് അവരുടെയൊക്കെ സാമ്പത്തികവും സമയവും ഒക്കെ വേസ്റ്റ് ആയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ പല രോഗികളും നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഒരു ചികിത്സയും കൂടെ നോക്കാമെന്ന് കരുതിയിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് അവർ നഷ്ടപ്പെടുത്തിയ സമയവും സാമ്പത്തികവും ഒക്കെ നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം നമുക്കത് കെയർ ചെയ്ത് അല്ലെങ്കിൽ നമുക്കത് പരിപൂർണ്ണമായി മാറ്റി കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊരു നല്ല പോയിന്റാണ്. ഇപ്പം നമ്മളടുത്ത് ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മറ്റേ നടുവേദനയ്ക്ക് ഡിസ്ക് സംബന്ധമായുള്ള പ്രോബ്ലത്തിന് സർജറി കഴിഞ്ഞ കേസുകളും അതേപോലെ മുട്ടുവേദനയ്ക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ പേഷ്യൻസും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞവർ ഒരുപാട് കാലം ചികിത്സിച്ചവർ ഒരുപാട് പൈസ ഇതിനുവേണ്ടി ചിലവാക്കിയ പേഷ്യൻസാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരെ കിടത്തിയിട്ട് വിശദമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ എന്താ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ പേഷ്യൻസിനെ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് ഏറി വന്നാൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റിങ്സിലൂടെ നമ്മളെ ഈ സ്പെഷ്യൽ സെറ്റിങ്സിലൂടെ വെറും അരമണിക്കൂർ കൊണ്ട് അവരുടെ പ്രോബ്ലം നമുക്ക് തീർച്ചയായിട്ടും മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ് അവരുടെ പ്രോബ്ലം. SJ ഹെർബോ ലൈഫ് ആയുർവേദ സിദ്ധ ഹോസ്പിറ്റൽ, ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഓർത്തോ മേഖലയിൽ അത് പ്രത്യേകിച്ച് കഴുത്തുവേദന, കൈമുട്ടുവേദന, അതുപോലെ തന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ കൂടിയാണ് ഈ ഒരു സ്ഥാപനം. ഈ ഒരു സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും ഡോക്ടർ പ്രിൻസിയുടെ സേവനം വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഡോക്ടറിലേക്ക് നമുക്ക് പോകാം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഡോക്ടർ 9 വർഷത്തോളമായി ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്ത്രീ രോഗികൾ, അധികവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീ രോഗികൾക്ക് താങ്കളുടെ ഒരു സേവനം വളരെയധികം വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ കടന്നുവരവ്, എങ്ങനെ കാണുന്നു ഈ ഒരു ട്രീറ്റ്മെന്റ് സെഷനെ കുറിച്ചൊക്കെ? ഞാൻ പഠിച്ചതിൽ വെച്ച് നല്ല വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. സാധാരണ ഉള്ള പോലെ വെറും ഒരു ഒഴിച്ചിലല്ല ഇവിടെ നടക്കുന്നത്. ഒരു പെട്ടെന്നൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആയിട്ട് 2 മിനിറ്റിനുള്ളിൽ സാർ സെറ്റിംഗ് ചെയ്യും. SMT എന്നാണ് നമ്മളെ ട്രീറ്റ്മെന്റിന് മെയിൻ. സ്പൈൻ മാനിപ്പുലേറ്റഡ് തെറാപ്പി. അതിൽ വെച്ചിട്ട് ഡിസ്ക് സംബന്ധിച്ചുള്ളത് മാക്സിമം അങ്ങനെയാണ് സെറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ബോൺ സെറ്റിംഗ് ചെയ്യും. അതിലൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ പേഷ്യന്റിന് സഡൻ റിസൾട്ട് കിട്ടും. അപ്പം പേഷ്യന്റ് സിവിയർ ആയിട്ട് വന്നവർക്ക് നടക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം 2 മിനിറ്റോട് വ്യത്യാസം പറയാറുണ്ട്. ചില പേഷ്യൻസ് ഈ ബെൽറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന പേഷ്യൻസ്, അപ്പൊ അവർക്ക് ഫസ്റ്റ് സെറ്റിംഗിൽ തന്നെ ബെൽറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. ചില പേഷ്യൻസ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് പതിയെ കൊണ്ടുവന്നിട്ട് ബെൽറ്റ് ഒക്കെ റിമൂവ് ചെയ്യിക്കുന്ന കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് ഈ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ലേഡീസിൻ്റെ കാര്യം. തീർച്ചയായിട്ടും അവർ ആ സമയത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനേക്കാളുമാണ് പിന്നീടുള്ള കാലങ്ങളിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം നടുവേദന എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു വേദന തന്നെയായിട്ട് മാറുന്ന അവസ്ഥയാണ് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മുടെ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്?
നമ്മളുടെ സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാറുണ്ട്, നോർമൽ ഡെലിവറി കഴിഞ്ഞാലും വരാറുണ്ട്. മെയിനായിട്ട് ഫീഡിങ് സമയത്തുള്ള പൊസിഷൻ ചേഞ്ച് അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് വെയിറ്റ് ഗെയിൻ വെയിറ്റ് ലോസ് ഒക്കെ വരുന്ന ആ വ്യത്യാസം കാരണമാണ് മെയിൻ സ്പൈനൽ മസിലിന്റെ വ്യത്യാസം വരും. പിന്നെ റിലാക്സിങ് ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. അത് സ്പെഷ്യലായിട്ട് ഈ ഡെലിവറി അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റിന്റെ ബാക്ക് മസിലൊക്കെ ലൂസൺ ചെയ്യുക, അതായത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ നമ്മള് പെട്ടെന്നുള്ള വെയിറ്റ് ഒരു 15 കിലോളാണ് കൂടുന്നത്. അപ്പൊ ബാക്ക് മസിലൊക്കെ ഭയങ്കര വീക്ക് ആവും. അപ്പൊ പിന്നെ അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ഈ റിലാക്സിങ് ഹോർമോണിന്റെ പ്രവർത്തനം മൂലം അവിടെയുള്ള ബാക്ക് മസിൽ സ്ട്രെങ്ത് ഒക്കെ നന്നായിട്ട് കുറയും. പിന്നെ പൊസിഷൻ ചേഞ്ച് നല്ല വ്യത്യാസമുണ്ട്. പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ലോഡ് ബേബിനെ ക്യാരി ചെയ്യുമ്പോൾ പൊസിഷൻ ചേഞ്ച് വരും. അപ്പൊ നടക്കുന്ന പൊസിഷനൊക്കെ നമ്മൾ മിക്ക ലേഡീസും ശ്രദ്ധിക്കാറില്ല. അപ്പൊ അത് കാരണമാണ് സ്പൈനിന്റെ ലോ ബാക്ക് പെയിൻ വരാനുള്ള മെയിൻ റീസൺ അതാണ്. പിന്നെ ഫീഡിങ് ടൈം പേഷ്യന്റിന് ക്യാരി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സമയത്ത് പേഷ്യന്റിന് മെഡിസിൻ എടുക്കുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ആയുർവേദ ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും മെഡിസിൻ എടുക്കുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് വരും. ഇനി പ്രഗ്നൻസിയിലാണെങ്കിലും എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉള്ളതാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് എക്സാമിൻ ചെയ്തതിന് ശേഷം പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ പോവുള്ളൂ.